ഇന്നൊരു മന്തി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കുന്ന മന്തിയല്ല, ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാക്കുന്ന മന്തിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ബാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ അടുത്തായിരുന്നു ഞാൻ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വന്നപ്പോഴേ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മന്തി ഉണ്ടാക്കി തരാമെന്ന്. പക്ഷേ ഞങ്ങൾ പുറത്തൊക്കെ പോയി കറങ്ങുകയൊക്കെ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് അധികം കുക്ക് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പോകുന്ന ആ ദിവസമാണ് എനിക്ക് മന്തി ഉണ്ടാക്കി തന്നെ അവൾ. ക്യാപ്സിക്കവും അതേപോലെ മല്ലിയിലയും ചെറുതായിട്ട് ഇതേപോലെ അരിഞ്ഞെടുത്തിട്ട് അതിലേക്ക് ജീരകപ്പൊടി, കുരുമുളക് പൊടി, അതേപോലെ മാഗി ക്യൂബ്, അതൊരു 1.5 പീസ് മതി. പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ ഓയിൽ, പിന്നെ ഒരു ഉണക്ക നാരങ്ങയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ കുരുമുളകും കൂടെ ചേർക്കണം. സാധാരണ നമ്മൾ മല്ലിയാണ് ചേർക്കുന്നത്, പച്ചമല്ലിയാണ് ചേർക്കുന്നത്. ഫസ്നയ്ക്ക് ഈ മല്ലി ഇങ്ങനെ കടിക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് മല്ലിപ്പൊടിയാണ് അവൾ ചേർക്കുന്നത്. പൊടിക്ക് ഇടൂല, മല്ലി ഇടുന്നതിന് പകരം എനിക്ക് മല്ലി കടിക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് മല്ലി പൗഡർ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട്. ശരിക്കും മറ്റേ മല്ലി ഡയറക്റ്റ് ഇടും, പക്ഷേ എനിക്ക് അതിന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് മിക്സ് ചെയ്യാം. കളർ വേണമെങ്കിൽ കളർ ഇടാം, അല്ലെങ്കിൽ കാശ്മീരി മുളക് ഇട്ടാൽ മതി. കാശ്മീരി നമ്മൾ കളറും ചേർത്തിട്ടില്ലേ? നമ്മൾ കളർ പൊടിക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാശ്മീരി മുളക് അതാകുമ്പോൾ എരിവ് കുറച്ച് സ്പൈസി ആവുമെങ്കിൽ ചിക്കൻ ഇടാം. വലിയ പീസ് ആവശ്യമില്ല. ഫസ്റ്റിനെ ഇങ്ങനെ കുക്ക് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ എനിക്ക് ഇത്ര നന്നായിട്ട് കുക്ക് ചെയ്യുന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ ബാംഗ്ലൂർ വന്നതിന് ശേഷമാണ് ഇവളുടെ ഫുഡ് കഴിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഫസ്റ്റിനെ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. ഫസ്റ്റിനയ്ക്ക് 2 കുട്ടികളുണ്ട്. അപ്പോൾ അവർ നല്ല കളിയില്ല, നല്ല ബഹളമൊക്കെ ആയിട്ട് അതുകൊണ്ടാണ് എനിക്കിത് കൂടുതലും വോയിസ് ഓവർ ചെയ്യേണ്ട വന്നത്. ഞങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ, പക്ഷേ ഭയങ്കര ബഹളം, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഇത്രയും വോയിസ് ഓവർ ചെയ്യേണ്ടി വന്നത്. അധികം എരിവില്ലാത്ത, എരി കുറവാണ് മല്ലിയില, പിന്നെ സവോള ഇത് മന്തിൻ്റെ കൂടെ സൈഡിലുണ്ടാവുന്ന ആ ഒരു ടൊമാറ്റോ ചട്നി ഇല്ലേ, അതിൻ്റെ റെസിപ്പിയാണ് ഇപ്പം കാണിച്ചത്. സാധാരണ ഓയിൽ, പിന്നെ മസാലയുടെ ആ ഓയിൽ തന്നെയാണ് ചോറിക്ക് ഫ്ലേവർ ഇട്ടാനായിട്ട്. വേറെ ഓയിൽ ഒഴിക്കില്ല. നാരങ്ങയും കൂടി ഇടും. ആ നാരങ്ങയും കൂടെ ആ ചോറിന് ആ ഒരു ഫ്ലേവറും കിട്ടുമല്ലോ. ചോറ് റെഡിയാകുമ്പോഴേക്ക് അപ്പുറത്തുനിന്ന് ചിക്കൻ റെഡിയാവുന്നുണ്ട്. ഇതാ ചോറ് ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ചോറ് നമ്മളിങ്ങനെ ഊറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഊറ്റിയെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം.
ചിക്കനും അതേപോലെ തന്നെ കുറച്ചെടുത്ത് മാറ്റി വെക്കണം. എന്നിട്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ ലെയറായിട്ട് ചെയ്യൂലേ, അതേപോലെ കുറച്ച് ചിക്കനിട്ട് അതിൻ്റെ മേലെ ചോറിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇവൾ ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് വീട്ടിലുണ്ടാക്കുന്ന മന്തി കഴിക്കുന്നത്. നമ്മളെപ്പോഴും പുറത്തുനിന്നല്ലേ മന്തി കഴിക്കുന്നത്. ഞാൻ എപ്പോഴും വിചാരിക്കും ഈ റെസിപ്പി കണ്ടിട്ട് ഒന്ന് മന്തി ഉണ്ടാക്കി നോക്കണം എന്ന്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ അതൊരു വേറെ ടേസ്റ്റ്, ഇത് വേറൊരു ടേസ്റ്റ്. എന്നാൽ ഈ ഒരു മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാതിരിക്കാൻ വയ്യ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ എനിക്കിപ്പോൾ ഫുഡ് ഉണ്ടാക്കി തരികയാണെങ്കിലും അവളുടെ വീട്ടിൽ പോയപ്പോൾ ഒരു ചേച്ചി നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്ന പോലെയോ, അല്ലെങ്കിൽ എൻ്റെ സ്വന്തം വീട്ടിൽ അങ്ങനെ സ്വന്തം വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അവൾ അങ്ങനെയായിരുന്നു എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നത്. അവൾ എന്നെ നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കിതുപോലെ ഇങ്ങനെ സ്നേഹത്തോടെ ഫുഡ് ഉണ്ടാക്കി തരാനൊന്നും ആരുമില്ല കേട്ടോ. എനിക്കിപ്പോൾ ഇഷ്ടമുള്ള ഫുഡൊക്കെ ഇപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുണ്ടാക്കി തരും എന്നല്ലാതെ ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു വീട്ടിലൊക്കെ പോയിട്ട് നിന്നിട്ട് അങ്ങനെ ഒരു സംഭവം എനിക്കില്ല. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കുറേ ദിവസങ്ങളായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മന്തി സൂപ്പറായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ വിശപ്പും അതേപോലെ തന്നെ മന്തിയുടെ മണവും കൂടി ഇങ്ങ് അടിച്ചപ്പോൾ ഒരു ക്ഷമയുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വേഗം തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ആ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ എന്തായാലും മന്തി അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഓക്കെ, അത്രയേ ഉള്ളൂ. ബൈ.